ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊരു സാധാരണ പുട്ടല്ല. നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് അരിപ്പൊടി വെച്ചിട്ട് അതുപോലെ അരി പൊടിച്ചെടുത്തിട്ട് അങ്ങനെയൊക്കെയല്ല ചെയ്യാറുള്ളത്. ഗോതമ്പ് വെച്ചിട്ട് രാഗി വെച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പം ഞാനിത് ചെയ്തിട്ടുള്ളത് മൈദപ്പൊടി വെച്ചിട്ടാണ്. ഇത് അധികം ആരും ചെയ്യാറുണ്ടാവില്ല മൈദ വെച്ചിട്ട്. ഇത് ശരിക്കും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പുട്ടാണ്. നമ്മുടെ കപ്പപ്പുട്ടിൻ്റെ ഒക്കെ ഒരു സെയിം ടേസ്റ്റ് തന്നെയാണിത്. അത്രക്ക് സോഫ്റ്റ് ആണ് ഈ പുട്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ പുട്ട് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ചെയ്യാൻ വേണ്ടി നമുക്ക് ആദ്യം ഒരു ബൗൾ എടുക്കുക. ഇതിലേക്ക് നമുക്ക് ഈ ഒരു ഗ്ലാസ്സിന് 2 ഗ്ലാസ് മൈദപ്പൊടിയാണ് ചേർക്കുന്നത്. മൈദയിലാണ് ഈ പുട്ട് ചെയ്യുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണല്ലോ. അപ്പം അത് 1 ഗ്ലാസ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതിന് 2 ഗ്ലാസ്സാണ് ഞാൻ എടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇത് നിങ്ങൾ വെള്ളം തിളപ്പിക്കുന്ന സമയത്ത് വെള്ളത്തിൽ ഇട്ടെടുത്താൽ മതി, ഇല്ലെങ്കിൽ ഇതുപോലെ പൊടിക്ക് ഇട്ടെടുത്താൽ മതി. അത് നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാം. ഇനി ഇതിലേക്ക് വേണ്ടത് നമുക്ക് തിളച്ച വെള്ളമാണ്. നല്ല തിളച്ചിട്ടുള്ള വെള്ളം തന്നെ എടുക്കുക. അപ്പോൾ നമുക്ക് 1 ഗ്ലാസ് വെള്ളമാണെങ്കിൽ 3 ഗ്ലാസ് പൊടിയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ 2 ഗ്ലാസ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഒരു 3/4 ഗ്ലാസ് ആ പൊടി അളന്ന ഗ്ലാസ് തന്നെ എടുക്കുക. ഒരു 3/4 ഗ്ലാസ് ചൂടുള്ള തിളച്ച വെള്ളം നമുക്ക് എടുക്കാം. അപ്പം ഞാനത് തിളപ്പിച്ചിട്ടുണ്ട്. നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. നമുക്കൊരു ഇതിൻ്റെ ബാക്ക് എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. കുറേശ്ശായിട്ട് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ വെള്ളം ഒഴിച്ച് ഇളക്കിയെടുക്കുന്ന സമയത്ത് കുറച്ച് കട്ട ആയിട്ടൊക്കെ ഉണ്ടാവും. അത് കുഴപ്പമൊന്നുമില്ല. ഇത് നമ്മൾ ലാസ്റ്റ് ചെയ്ത് വരുമ്പോൾ അത് സോഫ്റ്റ് ആയിട്ട് തന്നെ വരും. അപ്പോൾ നമ്മൾ 2 ഗ്ലാസ് പൊടിക്ക് 3/4 ഗ്ലാസ്സിൽ കുറച്ച് കൂടുതലായിട്ട് വെള്ളം എടുത്തിട്ടുണ്ട്. നിങ്ങൾ 1 ഗ്ലാസ് വെള്ളം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 3 ഗ്ലാസ് പൊടി എടുക്കുക. അത് കപ്പാണെങ്കിലും ഗ്ലാസ് ആണെങ്കിലും എന്താണെങ്കിലും. ഇത് നമുക്കൊന്ന് തണുക്കാനായിട്ട് മാറ്റിവെക്കാം. നമ്മുടെ പൊടി തണുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിൻ്റെ ഒരു ചെറിയ ബൗൾ എടുത്തിട്ട് അതിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ അത് ഒന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും നമുക്ക്. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് അധികം കട്ടായിട്ട് എന്നെ കിട്ടുകയെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പൊടി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇത് നമുക്കൊന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കാം. നമ്മൾ മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ഇത് ശരിക്കും നമ്മൾ ചൂടാറിയതിന് ശേഷം മാത്രം ഇങ്ങനെ ചെയ്യാട്ടോ, അല്ലെങ്കിൽ ആകെ കട്ടിയായി പോവും. നിങ്ങൾ വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് പൊടിയും കൂടെ ഇട്ട് കൊടുത്താൽ മതി. ഇനി നമ്മൾ സാധാരണ പുട്ടൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ തേങ്ങ ചിരകി വെക്കുക. അത് നിങ്ങൾ ഒന്നുകിൽ സാധാരണ പുട്ടിൻ്റെ ഇതിൽ വെച്ചിട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഈ ചിരട്ടപ്പുട്ടിൻ്റെ ഇതിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ടിട്ടുണ്ട്. നമുക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം പോലെ ചെയ്യാം. ഇത് നമ്മൾ കുക്കറിൻ്റെ മേലെയാണ് വെക്കുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾ ഇത് സാധാരണ പുട്ടിൻ്റെ ഇതിൽ വെച്ചിട്ട് ചെയ്താൽ മതി. ഞാനൊരു ഷേപ്പ് കിട്ടാൻ ഭംഗിക്ക് വേണ്ടി മാത്രം ഇതിൽ ചെയ്യാണ്. ഇതിൽ പ്രത്യേകിച്ച് ടേസ്റ്റിലൊന്നും ഡിഫറൻസ് ഇല്ല കേട്ടോ. നമുക്കൊരു കുക്കറിൽ വെള്ളം വെച്ചിട്ട് ഈ പുട്ടിൻ്റെത് ഇതിൻ്റെ മേളിലൊന്ന് വെച്ച് കൊടുക്കാം. ഇനി ആവി വരട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് റെഡി ആയിട്ട് ഞാൻ കാണിക്കാം. സാധാരണ പുട്ട് ചെയ്യുന്ന പോലെ തന്നെ. ഇത് മിക്സിങ്ങിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. അങ്ങനെ ഓരോ പുട്ടായിട്ട് നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റാണിത്. അതുപോലെ തന്നെ നല്ല സോഫ്റ്റുമാണിത്. നമുക്ക് കാണുന്നുണ്ടാവും. നല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണിത്. ഇത് വൈകുന്നേരം വരെ വെച്ചാലും ഇത് ബലമൊന്നും ഉണ്ടാവില്ല. നല്ല സോഫ്റ്റ് തന്നെ ഈ കാരം. അങ്ങനെ മൊത്തം നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം.
അങ്ങനെ നമ്മുടെ മൈദപ്പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആണ്, അതുപോലെ തന്നെ നല്ല സോഫ്റ്റും ആണത്. ഇത് ഉണ്ടാക്കിയ ശേഷം ആവിയൊക്കെ ഒന്ന് പോയതിനു ശേഷം നിങ്ങൾ കാസറോൾ ഇട്ട് അടിച്ചു വെച്ചാൽ മതി. ഒരു ദിവസം ഇരുന്നാലും നല്ല സോഫ്റ്റ് തന്നെ ആയിക്കാരം പുട്ട്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പാണ്. നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അതുപോലെ നിങ്ങളെല്ലാവരും കമന്റ്സ് ആയിട്ട് അറിയിക്കണം ഉണ്ടാക്കി നോക്കിയതിന് ശേഷം. അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, നിങ്ങൾ ഷെയർ ചെയ്യണം. അതുപോലെ നിങ്ങളെ കമന്റ്സ് ഒക്കെ അറിയിക്കുക. എങ്കിലേ നമുക്ക് അടുത്ത റെസിപ്പിയൊക്കെ ചെയ്യുമ്പോഴും എന്തൊക്കെ ചെയ്യണം, മാറ്റങ്ങൾ എന്തൊക്കെ വേണം എന്നൊക്കെ അറിയുള്ളൂ. അപ്പൊ നിങ്ങൾ അതൊക്കെ അറിയിക്കണം. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.